ജമ്മുവിൽ നിന്ന് ഇപ്പോൾ ശ്രീനാഥ് ചന്ദ്രൻ തത്സമയം ചേരുന്നുണ്ടൊപ്പം പഞ്ചാബിൽ അമൃത്സറിൽ നിന്ന് വിനീത വിജയം ആദ്യം ശ്രീനാഥ് ചന്ദ്രനിലേക്കാണ്. ശ്രീനാഥ്, നിലവിൽ എന്താണ് ജമ്മുവിലെ സ്ഥിതിഗതികൾ? ശ്രീനാഥ്. ഉന്മേഷ്, ഞാനിപ്പോൾ ഉള്ളത് ജമ്മുവിലെ പ്രശസ്തമായ രഘുനാഥ് മന്ദിറിന് മുന്നിലാണ്. എവിടെയാണ് ആ ക്ഷേത്രമുള്ളത്. അതിന് പുറത്തുള്ള ഈ ഭാഗത്തൊക്കെ തന്നെ ബ്ലാക്ക് ഔട്ട് എന്ന് പൂർണ്ണാർത്ഥത്തിൽ പറയാൻ കഴിയില്ല. സ്ട്രീറ്റ് ലൈറ്റുകളൊന്നും തന്നെ ഇപ്പോൾ കത്തുന്നില്ല. പക്ഷേ കടകളിൽ ഏതാനും കടകൾ മാത്രമാണ് തുറന്നിട്ടുള്ളത്. അതിൽ ചില കടകളിൽ മാത്രം വെളിച്ചമുണ്ട്. അതുകൊണ്ട് പൂർണ്ണാർത്ഥത്തിൽ വൈദ്യുതി തടസ്സപ്പെട്ടിട്ടില്ല. പക്ഷേ സ്ട്രീറ്റ് ലൈറ്റുകളും മറ്റും നേരത്തെ തന്നെ അണച്ചു വെച്ചത് നമുക്ക് കാണാൻ വേണ്ടി കഴിയുന്നുണ്ട്. ഏതാണ്ട് വിജനമായി തന്നെയാണ് ഇവിടെ ഉള്ളത്. കുറച്ചാളുകൾ മാത്രം ഉണ്ട് ഇവിടെ. അവരോട് കൂടി ഒന്ന് സംസാരിക്കാം. കാരണം കഴിഞ്ഞ കുറേ ദിവസങ്ങളിൽ വലിയ അശാന്തിയിലൂടെ കടന്നുപോയ ആളുകളാണ്. ഇന്നലെ പോലും വൈകിട്ടുണ്ടായ സീസ് ഫയർ വയലേഷനും വെടിനിർത്തൽ ലംഘനവും ഒക്കെ തന്നെ അവർക്ക് ആ ഒരു അശാന്തി കൂട്ടുകയും ചെയ്തിരുന്നു. ഏതായാലും കുറച്ച് ആളുകൾ കൂടി ഉണ്ട്. അവരോട് കൂടി ഒന്ന് ചോദിക്കാൻ തോന്നും. ഉന്മേഷ്, सिचुएशन तो सर ठीक है, जो सीज फायर उसके लिए तो अच्छी है, वो ठीक है. पर पाकिस्तान एक ऐसी कंट्री है ना, वो एक कंट्री ऐसी है कि उसका कुछ पता नहीं है, वो कभी भी कुछ कर सकता है. पर हमारे जो इंडियन के जो जवान हैं, इंडियन आर्मी नेवी, और उनके ऊपर हमें पूरा भरोसा है. हम उनके ऊपर ही रात को सोते हैं. ब्लैकआउट नहीं है ना इधर? नहीं, ब्लैकआउट नहीं है. नहीं, ब्लैकआउट नहीं है यहाँ पे. पर हमें अपनी इंडियन गवर्नमेंट के ऊपर पूरा भरोसा है. जो हमारी गवर्नमेंट है, ये किसी भी देश के ऊपर, पहली बात तो ये है बड़े भाई जी कि हम किसी के ऊपर भी प्रहार नहीं करते. अगर हमारे देश के ऊपर कोई देखेगा तो हम उसको छोड़ेंगे नहीं. सेम चीज हमारा आर्मी लोग भी. क्या नाम है तुम्हारा? स्कूल बंद? अभी बंद है. बंद है? कब से बंद है? जब अटैक हुआ था. जब अटैक हुआ तब से बंद है स्कूल. स्कूल में वापस जाना है ना? अभी जाना है. सब नॉर्मल होना चाहिए. അപ്പോൾ ഈ കുട്ടികളുടെയൊക്കെ സ്കൂളുകൾ അന്ന് ഈ പഹൽഗാമിൽ ആക്രമണം ഉണ്ടായ അന്ന് പൂട്ടിയതാണ്. ഇപ്പോൾ കുട്ടികളൊക്കെ ഇവിടെയുണ്ട്. അവർക്ക് സ്കൂളുകളിലേക്ക് മടങ്ങിപ്പോകാനും കൂട്ടുകാരെ കാണാനും ഒക്കെ ആഗ്രഹമുണ്ടാവും. സാധാരണ ജീവിതം നയിക്കാൻ ഏത് മനുഷ്യനും ആഗ്രഹിക്കുന്നതാണ്. ആ ആഗ്രഹമാണ് ഈ കുട്ടികളുടെ വാക്കിലടക്കം നമ്മൾ കാണുന്നത്. ജമ്മുവിൽ ഏതായാലും ഇപ്പോൾ സ്ഥിതി ശാന്തമാണ്. ഇന്നലെ രാത്രി കാര്യമായ ആക്രമണ സംഭവങ്ങളും ഒന്നും തന്നെ ഉണ്ടായിട്ടില്ല. പകലും ശാന്തമായി തന്നെ പോയി. ആളുകൾ കുറേ പേർ അതിർത്തി മേഖലയിലുള്ള ആളുകൾ ഇപ്പോഴും ക്യാമ്പിലുണ്ട്. അവർക്ക് മടങ്ങിപ്പോകാൻ ഭയമുണ്ട്. അത്തരമൊരു ക്യാമ്പിൽ നമ്മൾ രാവിലെ പോയി അവരോട് കാര്യങ്ങൾ തിരക്കിയതാണ്. അവിടെ നിന്ന് മാറ്റി താമസിപ്പിക്കാൻ കഴിയുമോ എന്നുള്ള അഭ്യർത്ഥന പലരും സർക്കാരിനോട് ആവശ്യപ്പെടുന്നുണ്ട്. നമ്മളോട് സംസാരിക്കുന്നവരും ആ കാര്യമാണ് ഇന്ന് പറഞ്ഞുകൊണ്ടിരുന്നത്. ഉന്മേഷ്, ശ്രീനാഥ് ചന്ദ്രനാണ് വിവരങ്ങൾ നൽകിയത്. ജമ്മുവിൽ നിന്ന് നിലവിൽ സ്ഥിതിഗതികൾ ശാന്തമാണ്. ജമ്മുവിൽ പഞ്ചാബിൽ അമൃത്സറിലേക്കാണ് വിനീത വിജി ചേരുന്നുണ്ട്. ഇപ്പോൾ അമൃത്സറിൽ നിന്ന് വിനീത, അവിടെ ചിലയിടങ്ങളിലൊക്കെ ഈ കരുതൽ എന്നോണം ബ്ലാക്ക് ഔട്ട് എന്നുള്ള വാർത്തകൾ കൂടി വരുന്നുണ്ടല്ലോ വിനീത. തീർച്ചയായും ഉന്മേഷ്, ഞാനിപ്പോൾ നിൽക്കുന്നത് അമൃത്സറിലാണ്. ഇവിടെ പൂർണ്ണമായും സ്ഥിതിഗതികൾ ഒരു പഴയ രീതിയിലേക്ക് തന്നെയാണ് നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ കഴിയുന്നത്. കാരണം പൂർണ്ണമായും കടകളൊക്കെ തന്നെ തുറന്നിട്ടുണ്ട്. നിരത്തുകളൊക്കെ ഇപ്പോഴും രാത്രിയിലും സജീവമാണ്. പക്ഷേ കഴിഞ്ഞ ദിവസങ്ങളിലൊന്നും നമുക്ക് ഇങ്ങനെ കാണാൻ കഴിഞ്ഞിരുന്നില്ല. ഒരു 6 മണിയോട് കൂടിയിട്ടൊക്കെ പൂർണ്ണമായും ഒരു വിജനമായ ഒരു വീതിയിലേക്ക് മാറുന്നതാണ് നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഇപ്പോൾ അങ്ങനെയല്ല. ഈ ഏറെ വൈകിയും നിരത്തുകൾ ഇങ്ങനെ സജീവമാവുന്ന ഒരു കാഴ്ച തന്നെയാണുള്ളത്. കൂടുതൽ ആളുകൾ പുറത്തേക്ക് ഇറങ്ങുന്നു, അവർ സാധനങ്ങൾ വാങ്ങുന്നു, കുടുംബമായൊക്കെ ആളുകൾ എത്തി ഭക്ഷണം കഴിച്ചു മടങ്ങുന്നു ഒക്കെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഇതിനിടയിൽ ഉന്മേഷ് സൂചിപ്പിച്ചതുപോലെ 2 ഇടങ്ങളിൽ ഇപ്പോൾ ബ്ലാക്ക് ഔട്ട് ഏർപ്പെടുത്തിയിരിക്കുകയാണ്. അത് ഗുരുദാസ്പൂരിലും ഒപ്പം തന്നെ ഫാസിൽക്കയിലുമാണ് ഈ ബ്ലാക്ക് ഔട്ട് ഏർപ്പെടുത്തിയിരിക്കുന്നത്. എന്നാൽ ഇതിൽ ആശങ്കപ്പെടേണ്ട ഒരു സാഹചര്യം ഇല്ല എന്ന് തന്നെയാണ് ജില്ലാ ഭരണകൂടം അറിയിച്ചിരിക്കുന്നത്. ഒരു മുൻകരുതൽ എന്ന രീതിയിൽ മാത്രമാണ് ഇത്തരത്തിലേക്കൊരു ബ്ലാക്ക് ഔട്ട് ഏർപ്പെടുത്തിയിരിക്കുന്നതെന്നും അറിയാൻ കഴിയുന്നുണ്ട്. ഒപ്പം തന്നെ ഈ സമാന രീതിയിലേക്കുള്ള മോക്ക് ഡ്രില്ലുകൾ തുടരുമെന്നും പല മേഖലകളിലും രാത്രിയിൽ ഒരു മുൻകരുതൽ എന്ന രീതിയിൽ ലൈറ്റുകൾ ഓഫ് ചെയ്യണം എന്നൊക്കെയുള്ള നിർദ്ദേശങ്ങൾ ഇതിനോടകം വന്നിട്ടുള്ളതായും വിവരങ്ങൾ നമുക്ക് ലഭ്യമാവുന്നുണ്ട്. ഈ പഞ്ചാബിനെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു സീസൺ എന്ന് പറയുന്നത് ഇവരുടെ ഈ വിനോദസഞ്ചാരികളൊക്കെ വിവിധ മേഖലകളിൽ നിന്നൊക്കെ എത്തുന്നൊരു സീസൺ ആയിരുന്നു. പക്ഷേ ഈ കഴിഞ്ഞ 3-4 ദിവസമായി ആ മേഖല പൂർണ്ണമായും നഷ്ടത്തിലായിരുന്നു എന്നാണ് കച്ചവടക്കാരൊക്കെ നമ്മൾ രാവിലെയൊക്കെ അവരോട് സംസാരിച്ചപ്പോൾ പറയുന്നത്. അതുകൊണ്ട് തന്നെ എത്രയും വേഗം ആ നഷ്ടമായ കച്ചവടമൊക്കെ തിരികെ പിടിക്കുന്നതിനും ഒരു പഴയ ജീവിതത്തിലേക്ക് തിരികെ വരുന്നതിനും ഒക്കെ ഉള്ളൊരു കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഈ ഏറെ വൈകിയും നഗരമൊക്കെ ഇങ്ങനെ സജീവമായി തന്നെ തുടരുകയാണ്. ഇന്ന് രാവിലെ അമൃത്സറിനെ സംബന്ധിച്ചിടത്തോളം ഒരു ചെറിയ ആശങ്കയിലേക്കടക്കം കാര്യങ്ങൾ എത്തിച്ചിട്ടുണ്ടായിരുന്നു. അതിലൊരു പ്രധാന കാരണം എന്ന് പറയുന്നത് റെഡ് അലേർട്ട് ഇന്നും തുടരുന്നു എന്നുള്ള ജില്ലാ ഭരണകൂടത്തിന്റെ അറിയിപ്പായിരുന്നു. പക്ഷേ
ഒരു 8:30 പിന്നീട് ആ അറിയിപ്പം പിൻവലിക്കുകയും ആ നിർദ്ദേശങ്ങൾ പിൻവലിക്കുകയും ഒക്കെ തന്നെ ചെയ്തിട്ടുണ്ടായിരുന്നു. ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർക്കൊരു ആശങ്കയുണ്ടോ എന്ന് ചോദിച്ചാൽ അവർ പറയുന്നത് ഈ കഴിഞ്ഞ ദിവസവും ഈ വെടിനിർത്തലുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വിവരങ്ങൾ പുറത്തു വന്നു. പക്ഷേ പിന്നാലെ വീണ്ടും ഒരു ആക്രമണം തുടരുന്നൊരു പശ്ചാത്തലമൊക്കെ ഉണ്ടായിരുന്നു. അതിൽ ഞങ്ങൾക്ക് ആശങ്കയുണ്ടെന്നൊക്കെയാണ് പറയുന്നത്. പക്ഷേ എങ്കിലും നമുക്ക് പ്രതീക്ഷിക്കാമെന്നൊക്കെ അവർ പറയുന്നുണ്ട്. ഈ ജനജീവിതത്തെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ഈ കാണാൻ കഴിയുന്നത് തന്നെയാണ്. രാത്രി ഏറെ വൈകിയും ആളുകൾ നിരത്തുകളിലേക്കൊക്കെ ഇറങ്ങുന്നുണ്ട്. പക്ഷേ അതേസമയം ചില കടകളൊക്കെ അടച്ച ആളുകൾ നേരത്തെ തന്നെ അവർ വീടുകളിലേക്കൊക്കെ മടങ്ങിയിരിക്കുകയാണ്. ഒരു പക്ഷേ ഇന്ന് രാവിലെയൊക്കെ പൂർണ്ണമായും ഒരു സാധാരണ രീതിയിലേക്ക് നിങ്ങൾക്ക് പ്രവർത്തനങ്ങൾ ചെയ്ത് തുടങ്ങാമെന്നൊക്കെ ജില്ലാ ഭരണകൂടം നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ടായിരുന്നു. എങ്കിൽ പോലും ആളുകൾ പൊതുവെ പുറത്തേക്കൊന്നും അങ്ങനെ ഇറങ്ങിയിരുന്നില്ല. ഒരു ഉച്ചയോട് കൂടിയൊക്കെയാണ് പിന്നീട് ആളുകൾ നഗരമേഖലകളിലൊക്കെ തന്നെ സജീവമായിരുന്നത്. ഇപ്പോഴും ഒരു വശത്ത് ഇങ്ങനെ ചെറിയ കടകളൊക്കെ ഇങ്ങനെ ആളുകൾ കൂടുതൽ സജീവമാവുന്നു. പക്ഷേ ചില മേഖലകളിലൊക്കെ കടകൾ ഇങ്ങനെ പൂർണ്ണമായും അടച്ചിട്ടിരിക്കുക തന്നെയാണ് ചെയ്യുന്നത്. അപ്പം ഈ സ്കൂളുകളൊക്കെ ചില മേഖലകളിൽ ഈ കഴിഞ്ഞ ദിവസങ്ങളിലേക്കൊക്കെ തന്നെ സ്കൂളുകൾക്ക് അവധിയൊക്കെ പ്രഖ്യാപിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ചില മേഖലകളിലേക്കുള്ള സ്കൂളുകൾക്ക് നാളെ അത് തുറന്ന് പ്രവർത്തിക്കുമെന്നുള്ളൊക്കെ ഒരു വിവരം കൂടി നമുക്ക് ലഭ്യമാകുന്നുണ്ട്. പക്ഷേ ഈ ആളുകളെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെ തന്നെയാണ്. രാത്രിയൊക്കെ ആകുമ്പോഴും ആളുകൾ പുറത്തേക്ക് ഇറങ്ങുന്നുണ്ട്. നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഇവിടെ നിന്ന് റിപ്പോർട്ടൊക്കെ ചെയ്യുന്ന സമയത്ത് പൂർണ്ണമായും വിജനമായി കിടക്കുന്ന ഒരു വഴിയോരവും പാതയും ഒക്കെയാണ് നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഇപ്പോൾ അങ്ങനെയല്ല. കൂടുതൽ ആളുകൾ നിരത്തിലേക്ക് ഇറങ്ങുന്നുണ്ട്. അവർ കുടുംബങ്ങളായി ഭക്ഷണം കഴിക്കാനായി പുറത്തേക്ക് പോകുന്നുണ്ട്. അങ്ങനെ ജനജീവിതം കൂടുതൽ സജീവമാവുന്ന കാഴ്ച തന്നെയാണ് നമുക്ക് അമൃത്സറിൽ നിന്നും കാണാൻ കഴിയുന്നത്. ശരി വിനീത. വിനീത വിജിയാണ് ഇപ്പോൾ അമൃത്സറിൽ നിന്നും വിവരങ്ങൾ നൽകിയത്.